നന്ദിനി. എന്താ സർ? ഞാൻ ഈ തുണികൾ എടുക്കാൻ പോയതായിരുന്നു. താൻ അതൊക്കെ അവിടെ ഇട്ട് എന്നിട്ട് ഈ ഫുട്ടേജ് ഒന്ന് നോക്കി. ഇതെന്താ സർ? നമ്മൾ റിസോർട്ടിൽ പോയ ദിവസത്തെ CCTV ഫുട്ടേജാ. തന്നെ കടത്തിക്കൊണ്ട് പോയവര് ഇതിനകത്തുണ്ടാവും. താനെ നോക്ക്. നന്ദിനി, സൂക്ഷിച്ച് നോക്കണം. വിഷ്വൽസിൽ എവിടെയെങ്കിലും അവരുണ്ടെങ്കിൽ പറയണം. ഇത് ഒരുപാടുണ്ടല്ലോടാ. 2 ദിവസം മുഴുവൻ ഫുട്ടേജും കാണില്ല അച്ഛാ. ഒരു ഫ്രെയിമും വിടാതെ നോക്കിയേ പറ്റൂ. നന്ദിനി, താൻ നോക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് സർ. എന്ത് ചെയ്യും? എന്ത് പറഞ്ഞത് മുടക്കുക? എന്താ നോക്കാം. എന്തോ ഒറ്റ കനകെ? അത് വെള്ളം ഇറക്കി വെക്കാൻ നോക്കിയപ്പോ കയ്യിന്ന് വീണുപോയി. നോക്കി ചെയ്യണ്ടേ ഇതൊക്കെ? നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഏയ് ഇല്ല. അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാ. നന്ദിനി, താ വന്നേ. സർ, ഞാനിതൊന്ന് തുടച്ചിട്ട് അങ്ങോട്ട് വരാം. അതെ, അത് ഇവര് തുടച്ചോളും. താനിങ്ങോട്ട് വന്നേ. അല്ല സർ, തന്നോട് വരാനല്ലേ പറഞ്ഞത്? വാ. നന്ദിനി, അടുക്കളയിലേക്കൊന്ന് വരുമോ? എന്താ? സാമ്പാർ പരിപ്പ് എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഒന്ന് എടുത്തു തരുമോ? ഇവിടെ ഗൗരവമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലും ഒരു സാമ്പാർ പരിപ്പ് തരയുന്നത്. ഞാൻ എടുത്തു കൊടുത്തിട്ട് വരാം സർ. താൻ എങ്ങോട്ടും പോകണ്ട. നോക്ക്, ഇനി ഇതിനിടയിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കാനോ നന്ദിനി വിളിക്കാനോ വരണ്ട. കേട്ടല്ലോ? ചെല്ല്. എന്ത് ചെയ്യാനായാലും ഇത് കഴിഞ്ഞിട്ട് മതി. പോ. ഒരു വിവരമില്ലാതായ എന്താ ചെയ്യുക? സർ, ഇവരാ സർ. ഇവര് തന്നെയാന്ന് തോന്നുന്നു സർ. എവിടെ? ഇവര് തന്നെയെന്ന് തോന്നുന്നത്. താനൊന്ന് ശരിക്കും നോക്കിയേ.
ഛേ, ലാപ്ടോപ്പിന് ചാർജ് ഇപ്പൊ തീരുമല്ലോ. ഫോർവേഡ് ചെയ്യാം. ഛേ. ശ്ശേ, എല്ലാത്തിനും കാരണം പെണ്ണുപിള്ളയാ. അവരിതിന്റെ ഇടയിൽ തടസ്സം ഉണ്ടാക്കില്ലായിരുന്നെങ്കിൽ എല്ലാം കൃത്യമായിട്ട് കാണാമായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഫുട്ടേജ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. എവിടെ മുതലാ കാണേണ്ടതെന്നും നമുക്കറിയാം. നീ അത് ചാർജ് ചെയ്യാൻ നോക്ക്. ഓക്കെ അച്ഛാ. ഇനി ഇത് കാണുമ്പോ നമ്മൾ മാത്രം പോരാ. ഞങ്ങൾ റിസോർട്ടിൽ പോയതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയ പത്മ മേഡവും കൂടി ഉണ്ടാവണം. ഞാനൊന്ന് ചാർജിന് വെക്കട്ടെ അച്ഛാ. സർ, ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? മോളെ, ഒരു തവണയല്ല 2 തവണയാ നിന്നെ തട്ടിക്കൊണ്ടുപോവാനും കൊല്ലാനും ശ്രമിച്ചത്. അതിന്റെ പേരിൽ അത് ആരായാലും അത് അറിഞ്ഞേ പറ്റൂ. മോള് ചെല്ല്.